Rise and fall of Big Bazaar. Nowhere cheaper or better than this. ഇത് ഏത് കമ്പനിയുടെ ടാഗ് ലൈൻ ആയിരുന്നു എന്ന് അറിയാമോ? ബിഗ് ബസാർ. ഇന്ത്യയിൽ ബിഗ് ബസാറിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ റെയർ ആയിരിക്കും. ബിക്കോസ് നമുക്ക് ചീപ്പർ പ്രൈസിൽ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് നമ്മൾ എങ്ങനെയാണെങ്കിലും അട്രാക്റ്റ് ആയിക്കോളും. അതും അതിൽ ഡിസ്കൗണ്ട് കൂടി കിട്ടിയാൽ പിന്നെ കാര്യം പറയണ്ടല്ലോ. സോ ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ബിഗ് ബസാർ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അവർ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തു. അതായത് കസ്റ്റമേഴ്സ് ഫ്രൂട്ട്സ് വാങ്ങാൻ വേറെ സ്ഥലത്ത് പോകുന്നത്, പിന്നെ ഗ്രോസറി വാങ്ങാൻ വേറെ പ്ലേസിൽ, അതേപോലെ ഡ്രസ്സ് വാങ്ങാൻ വേറൊരു സ്ഥലത്ത്. സോ ബിഗ് ബസാർ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം ഇതിനെ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്തു. അതായത് ഗ്രോസറീസ് പ്ലസ് ഫുഡ്, ഐറ്റംസ് പ്ലസ് കിച്ചൺ, അപ്ലയൻസസ് പ്ലസ് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തു, അതും ഡിസ്കൗണ്ട് റേറ്റിൽ. ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് പബ്ലിക്കിന് ജാക്ക്പോട്ട് അടിച്ച പോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റോർ തുറന്ന അന്ന് തന്നെ കസ്റ്റമേഴ്സിൻ്റെ റഷും ഡിമാൻഡ്സും എക്സ്പെക്റ്റേഷനും എക്സീഡ് ചെയ്തു. വെറും 22 ദിവസം വീണ്ടും 2 സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്ത റെക്കോർഡ് ബിഗ് ബസാറിൻ്റെ സക്സസ് സ്റ്റോറിയുടെ ഭാഗമാണ്. ബിസിനസ് വളരെ നന്നായി പോകുന്നത് കാരണം കൊണ്ട് ബിഗ് ബസാർ ഒരു ബിസിനസ് ഡീൽ വെച്ചു. അത് ഫിക്സ് ചെയ്ത് റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു. ഡീൽ എന്ന് പറയുന്നത് 26 ജനുവരി അന്ന് 26 കോടിയുടെ സെയിൽസ്. സോ ഈ ടാർഗറ്റിനെ മീറ്റ് ചെയ്യാൻ അവർ ഹെവി ഡിസ്കൗണ്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ലൈക്ക് ടി വിക്ക് വെറും 5890 രൂപ, മൊബൈലിന് 1399 രൂപ, സോഫയ്ക്ക് 15900 രൂപ. ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് സെറ്റ് ചെയ്തപ്പോൾ അവരുടെ ടാർഗറ്റ് 30 കോടിക്കും ക്രോസ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് ഹയസ്റ്റ് സെയിലാണ് ബിഗ് ബസാർ അച്ചീവ് ചെയ്തത്. പക്ഷേ ഇങ്ങനെയുള്ള പെർഫോമൻസ് ആൻഡ് സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്തിട്ടും ബിഗ് ബസാർ മാർക്കറ്റ് ക്രാഷായി. ഈ സ്റ്റോഴ്സിൻ്റെ പേര് പോലും ഇപ്പോൾ ഇന്നും കേൾക്കുന്നില്ല, ഡിസ്കൗണ്ട്സും ഇല്ല. എന്താണ് ബിഗ് ബസാറിന് പറ്റിയത്? എന്തുകൊണ്ടാണ് അവർക്ക് കുറച്ച് സ്റ്റോഴ്സ് റിലയൻസിന് കൊടുക്കേണ്ടി വന്നത്? കോവിഡ് സമയത്ത് എന്തായിരുന്നു ഈ സ്റ്റോഴ്സിൻ്റെ സിറ്റുവേഷൻ? സോ ഇന്ന് ഈ ടോപ്പിക്കാണ് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്, അവരുടെ റൈസ് ആൻഡ് ഫാൾ, ബിസിനസ് സ്ട്രാറ്റജീസ്. ബട്ട് ബിഫോർ ദാറ്റ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബിഗ് ബസാറിൻ്റെ ഓണർ കിഷോർ ബിയാനി വളരെ അംബീഷ്യസ് ആയ വലിയ ഡ്രീംസ് ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ക്ലോത്തിങ് ബിസിനസ് ഉണ്ടായിരുന്നു. സോ കുട്ടിക്കാലം മുതലേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിസിനസ് ലൈഫിനെ കണ്ടു തന്നെയാണ് അദ്ദേഹം വളർന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് വളരെ ബിഗ് ആൻഡ് യുണീക്ക് ആയിരുന്നു. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾ. അങ്ങനെയാണ് ബിഗ് ബസാർ ആൻഡ് പാൻഡലൂൺസ് പോലെയുള്ള വലിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ബിഗ് ബസാർ സ്റ്റാർട്ട് ചെയ്ത് 2001 ഫസ്റ്റ് സ്റ്റോർ കൊൽക്കത്തയിലായിരുന്നു. അതിനുശേഷം 300-ലധികം സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്തു. സോ ഇതിലൊരു സ്റ്റോർ മഹാരാഷ്ട്രയിലുള്ള സാംഗ്ലി ടൗണിലായിരുന്നു. ഈ ടൗണിൻ്റെ ചുറ്റും പല ഗ്രാമങ്ങളുമുണ്ട്. അവിടെ കൂടുതലും ഫാമേഴ്സാണ് ഉള്ളത്. ഒരു 30-40 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പല വില്ലേജസും ഈ ടൗണിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അടുത്തുള്ള ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരു ഷുഗർ കെയിൻ ഫാമറായിരുന്നു മോഹൻ. അദ്ദേഹത്തിൻ്റെ വീട് സാംഗ്ലിയിൽ നിന്ന് 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അന്ന് മോഹന് 57 വയസ്സായിരുന്നു. 127 മെമ്പേഴ്സുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ പാർട്ടായിരുന്നു അദ്ദേഹം. ബിഗ് ബസാർ ഈ ഫാമിലിയാണ് അവരുടെ ബിഗ്ഗസ്റ്റ് കസ്റ്റമർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തത്. സോ അങ്ങനെ ആവാനുള്ള സ്റ്റോറി ഇതാണ്. മാർച്ച് 2006 ഒരു ട്യൂസ്ഡേ മോഹനും അദ്ദേഹത്തിൻ്റെ ചില ഫാമിലി മെമ്പേഴ്സും സാംഗ്ലിയിലുള്ള ബിഗ് ബസാർ ഔട്ട്ലെറ്റിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് പല സാധനങ്ങളും വാങ്ങി. അതൊരു വലിയ ഷോപ്പിംഗ് തന്നെയായിരുന്നു. ആൻഡ് സോ ബിൽ എമൗണ്ട് വന്നത് 1,37,367 രൂപ എന്ന റേഞ്ചിലാണ്. ഇത് 2006 നടന്നത്. ഈ സ്റ്റോറിൽ AC ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് എയർ കൂളേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പിന്നിൽ ഓണറിൻ്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് AC സ്റ്റോർ ബിൽഡ് ചെയ്താൽ അവിടെയുള്ള ആളുകൾക്ക് സ്റ്റോറിൽ വരാൻ മടിയുണ്ടാവും. ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഹൈ റേറ്റിംഗ് എന്ന ഫീലായിരിക്കും അവർക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ടാവുക. അത് സെയിൽസിനെ എന്തായാലും അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഈ സ്റ്റോറിൽ എയർ കൂളേഴ്സ് പ്രിഫർ ചെയ്തത്. ബിഗ് ബസാർ സ്റ്റോഴ്സ് ഓരോ ഏരിയയിലും ബിൽഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രിഫറൻസസ്, ടേസ്റ്റ് ആൻഡ് കൾച്ചറിനെയും ഈ ബ്രാൻഡ് അനലൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബസാർ ഔട്ട്ലെറ്റ്സ് ഒരുപോലെ അല്ലാത്തത്. ദേ ഡിഫർ അക്കോർഡിംഗ്ലി. സാംഗ്ലി ഔട്ട്ലെറ്റിൽ വെറും സാരീസ്, ധോത്തീസ്, ലോക്കൽ ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് സെല്ല് ചെയ്യുന്നത്. ഈ സ്റ്റോറിൽ മാത്രമാണ് എഡിബിൾ ഓയിൽ ലൂസിൽ കിട്ടുന്നത്. ബിക്കോസ് അവിടെ അങ്ങനെ വാങ്ങാൻ ഡിമാൻഡുണ്ട്. ഈവൻ വലിയ സിറ്റീസ് ലൈക്ക് മുംബൈ, ഡൽഹി ഓർ കൊൽക്കത്ത എടുത്താലും അവിടുത്തെ കസ്റ്റമേഴ്സും ബിഗ് ബസാർ പോലെയുള്ള ബിഗ് റീറ്റെയിൽ സ്റ്റോഴ്സ് എക്സ്പെൻസീവ് ആണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വാങ്ങില്ല.
പ്രിഫറൻസ് എന്ന് പറയുന്ന കാര്യം ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ആപ്പിൾ വാങ്ങണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സൂപ്പർ മാർക്കറ്റ് ആൻഡ് ലോക്കൽ മാർക്കറ്റ്. മെജോറിറ്റിയും ലോക്കൽ മാർക്കറ്റാണ് പ്രിഫർ ചെയ്യുക, ഈവൻ 2 സ്ഥലത്തും പ്രൈസ് സെയിം ആണെങ്കിൽ കൂടി. ബട്ട് വൈ? ബിക്കോസ് കസ്റ്റമേഴ്സിന് ആപ്പിൾ നോക്കിയെടുക്കാനും പ്രൈസിൻ്റെ കാര്യത്തിൽ ബാർഗെയിൻ ചെയ്യാനും അവസാനം ഒരു ഡീലിലെത്താനും ഒക്കെയാണ് ഇഷ്ടം. ആൻഡ് ഇതൊക്കെ ഒരു ലോക്കൽ മാർക്കറ്റിലേ നടക്കൂ. സോ ഈ കസ്റ്റമർ സൈക്കോളജിയാണ് ബിഗ് ബസാർ കമ്പനി അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയിലും യൂസ് ചെയ്തത്. സ്റ്റോഴ്സിൽ ഇന്ത്യൻ ബസാർ ഓർ മാർക്കറ്റിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. കാരണം മോസ്റ്റ്ലി ആളുകൾ വലിയ സ്റ്റോഴ്സിൽ പോകുമ്പോൾ പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്ന ഇംപ്രഷൻ വെച്ച് തന്നെ ഉള്ളിൽ കിട്ടുന്ന പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് എങ്ങനെ ഉള്ളതാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബസാർ ആദ്യം മുതൽ തന്നെ എയിം ചെയ്തത് ഇന്ത്യൻ കസ്റ്റമേഴ്സിൻ്റെ കംഫർട്ടബിലിറ്റി ആയിരുന്നു. അത് തന്നെയായിരുന്നു ഈ ബ്രാൻഡിൻ്റെ മേജർ സ്ട്രെങ്ത്. ഇവർ 2 മെയിൻ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നു. 1, ഒരിക്കലും ഫോറിൻ കൺസൾട്ടൻസിനെ ഇൻക്ലൂഡ് ചെയ്യില്ല. 2, കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിന് വാല്യൂ കൊടുക്കും, അല്ലാതെ ബ്രാൻഡ് ആയിരിക്കില്ല ലൈക്സ് ഡിസ്ലൈക്സ് തീരുമാനിക്കുക. ഇത് വളരെ സ്ട്രോങ് ആയി തന്നെ ബിഗ് ബസാർ ഫോളോ ചെയ്തു. കസ്റ്റമർ സ്റ്റോഴ്സിൽ ഒരിക്കലും ലാവിഷായ കാര്യങ്ങൾ കാണരുത് എന്ന കാര്യത്തിൽ ഈ ബ്രാൻഡ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ ഐഡിയ വളരെ പവർഫുൾ ആയ റിഫ്ലക്ഷനാണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തത്. സ്റ്റാഫ്സിനുള്ള യൂണിഫോം ഡിസൈഡ് ചെയ്തപ്പോഴും എക്സിക്യൂട്ടീവ് ടൈപ്പ് യൂണിഫോം അവോയ്ഡ് ചെയ്തു. ബിക്കോസ് സെയിൽസ് പേഴ്സൺ ഒരിക്കലും കസ്റ്റമേഴ്സിനെക്കാട്ടിലും കൂടുതൽ സ്മാർട്ടായി പ്രൊജക്റ്റ് ചെയ്യരുത് എന്ന് ഓണർ സജസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, കസ്റ്റമർ ഗ്രേഡ് 5 ആണെങ്കിൽ സെയിൽസ് പേഴ്സൺ ഗ്രേഡ് 4 ആയിരിക്കണം. ബിക്കോസ് അങ്ങനെ ആവുമ്പോൾ കസ്റ്റമേഴ്സിന് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, വിച്ച് വിൽ ബ്രിങ് മോർ സെയിൽസ്. പക്ഷേ ചിലർ ബിഗ് ബസാറിനെ ഭയങ്കര ക്രൗഡഡ് ഏരിയ ആണെന്ന് പറയും. അത് വാണ്ടഡ്ലി ആയി അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് എന്ന് കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാവൂ. കടയിൽ തിരക്കുണ്ടെങ്കിൽ അത് നല്ല കടയാണ് എന്ന പ്രൊജക്ഷനാണ് ആളുകൾക്ക് കിട്ടുക. അതും ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് തന്നെയാണ്. ഇന്ത്യൻസിന് ഷോപ്പിംഗ് എന്ന് പറയുന്നത് വെറും സാധനങ്ങൾ വാങ്ങാനുള്ള പ്രോസസ്സല്ല, ഇൻസ്റ്റഡ് അതൊരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഫൺ കൂടിയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബസാറിൻ്റെ വൺ ഓഫ് ദ മെയിൻ സക്സസ് സീക്രട്ട് എന്ന് പറയുന്നത് സെയിൽസോ സ്റ്റോഴ്സോ അല്ല, അവർ ഡിസൈൻ ചെയ്ത ക്ലാസ്ലെസ് ഷോപ്പിംഗ് ഫെസിലിറ്റിയാണ്. എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കും ഒരു ബയാസും ഇല്ലാതെ അവിടെ ഷോപ്പിംഗ് ചെയ്യാം. അത് തന്നെയാണ് ഈ സ്റ്റോഴ്സിൻ്റെ യൂണീക്ക്നെസ്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബസാറിനെ എല്ലാ സാധനങ്ങളും ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഇന്ത്യയുടെ ട്രൂ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ബിഗ് ബസാറും ഫോറിൻ സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫോറിൻ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം മോസ്റ്റ്ലി ഒരു ഫ്ലോറിൽ തന്നെ കിട്ടും. അതേപോലെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന റോസിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസും കുറവായിരിക്കും. അവിടെയെല്ലാം ബേസിക്കലി ആളുകൾ ഒറ്റയ്ക്ക് വന്ന് ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. ബട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ ചിലപ്പോൾ ഹോൾ ഫാമിലി തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വരും. സോ സ്പേസും ആ രീതിക്ക് ഡിസൈൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്പേഷ്യസ് ഡിസൈൻ ബിഗ് ബസാർ അഡോപ്റ്റ് ചെയ്തത്. കൂടാതെ ഷോപ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ പല മിനി ബസാർസും സെറ്റ് ചെയ്തു. ഇനി ബിഗ് ബസാറിൻ്റെ റവന്യൂ മോഡൽ നമുക്ക് നോക്കാം. 1, ബൾക്ക് പർച്ചേസിംഗ്. ബിഗ് ബസാർ പ്രൊഡക്ട്സ് എല്ലാം ബൾക്കായിട്ട് ഡയറക്റ്റ്ലി മാനുഫാക്ചറിൽ നിന്ന് ലോ പ്രൈസിൽ വാങ്ങും. എന്നിട്ട് അതിൽ കുറച്ച് മാർജിൻ ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യും. 2, പ്രൊഡക്റ്റ് ബണ്ടിലിംഗ്. ബിഗ് ബസാർ സ്ലോ മൂവിങ് പ്രൊഡക്റ്റിനെ ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്ട്സിൻ്റെ കൂടെ ബണ്ടിൽ ചെയ്ത് സെൽ ചെയ്യും. സോ ദാറ്റ് സ്റ്റോക്കും ക്ലിയർ ആവും, കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടും കിട്ടും. ഇതേ കാര്യം മാനുഫാക്ചറും ചിലപ്പോൾ ചെയ്യാറുണ്ട്. അതായത് അറിയാതെ വല്ല പ്രൊഡക്ട്സും റോങ് ആയി മാനുഫാക്ചർ ചെയ്താൽ അവർ അത് ഹെവി ഡിസ്കൗണ്ട് ഇട്ട് സെല്ല് ചെയ്യും. ബിഗ് ബസാർ പോലുള്ള സ്റ്റോഴ്സ് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വാങ്ങി അതിൽ നിന്ന് നല്ല പ്രോഫിറ്റും ഏൺ ചെയ്യും. 3, ലെവറേജിങ് ദ പ്രൊഡക്ട്സ്. ഇവർ ചില പ്രൊഡക്ട്സിനെ ഡിസ്പ്ലേ ചെയ്യും. അത് കാണുമ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് പ്രൊഡക്റ്റിൻ്റെ ഹൈ ലെവൽ ഇംപ്രഷൻ ആയിരിക്കും. അങ്ങനെ അത് സെയിൽസിനെ ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഷോക്കേസ് ചെയ്തത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ബിഗ് ബസാർ അഡോപ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ കമ്പനി ലോസിലേക്ക് എത്തിയത്? അതിൻ്റെ ഉത്തരമാണ് COVID-19. ഈ സമയത്ത് കമ്പനിക്ക് 3 മാസം കൊണ്ട് 7,000 കോടി ലോസ് വന്നു. അത് ബിഗ് ബസാറിന് വലിയൊരു അടിയായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആവാൻ അവർക്ക് പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ ഓണർ ഈ ബ്രാൻഡിനെ റിലയൻസിന് സെല്ല് ചെയ്യാൻ വിചാരിച്ചു. ബട്ട് അതപ്പോൾ നടന്നില്ല. ബട്ട് പിന്നെ ഫെബ് 2022 ആയപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ബിഗ് ബസാറിൻ്റെ 200 സ്റ്റോഴ്സ് റീബ്രാൻഡ് ചെയ്തത് റിലയൻസ് സ്മാർട്ട് ബസാർ സ്റ്റോഴ്സ് ആക്കി. നെക്സ്റ്റ് നമുക്ക് ബിഗ് ബസാർ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1, അട്രാക്റ്റീവ് പ്രൈസസ് ആൻഡ് ഡിസ്കൗണ്ട്സ്. സെയിൽസ് ആൻഡ് പ്രൊമോഷണൽ ഇവൻറ്റ്സിൻ്റെ കാര്യത്തിൽ ബിഗ് ബസാർ ടോപ്പായിരുന്നു. ലൈക്ക് സബ്സെ സസ്തേ ദീൻ, അതേപോലെ മഹാബച്ചത്. ഈ ഡേയ്സിൽ മോസ്റ്റ്ലി എല്ലാ പ്രൊഡക്ട്സിലും ഹെവി ഡിസ്കൗണ്ട്സ് കൊടുക്കും.
പ്ലസ് ബിഗ് ബസാർ പ്രോഫിറ്റ് ക്ലബ് ലോയൽറ്റി പ്രോഗ്രാംസ്, ഫ്യൂച്ചർ പേ, ഡിജിറ്റൽ വാലറ്റ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇതെല്ലാം യൂസ് ചെയ്താൽ കസ്റ്റമേഴ്സിന് പോയിന്റ്സ്, ക്യാഷ് ബാക്സ്, വൗച്ചേഴ്സ് ആൻഡ് കൂപ്പൺസ് എല്ലാം അവൈൽ ചെയ്യാമായിരുന്നു. അതേപോലെ ബിഗ് ബസാർ പ്രൈസ് മാച്ചിങ്ങും ചെയ്തിരുന്നു. സോ ദാറ്റ് കസ്റ്റമേഴ്സിന് അതേ പ്രൊഡക്റ്റ് വേറൊരു സ്ഥലത്ത് നിന്ന് ഇതിലും ചീപ്പായി കിട്ടുമെന്നൊരു തോട്ട് ഇല്ലാതാക്കാൻ, സോ ഇതിനു വേണ്ടി ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ ഒന്നില്ലെങ്കിൽ മാച്ച് ചെയ്യും അല്ലെങ്കിൽ ബീറ്റ് ചെയ്യും. ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഫെസ്റ്റിവൽ സീസണ് നന്നായി ചെയ്യുന്നവരായതുകൊണ്ട് അതിനും പല ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സ് ബിഗ് ബസാർ കൺസിസ്റ്റൻ്റായി സെറ്റ് ചെയ്യാറുണ്ട്. 2. വെറൈറ്റി. പല പ്രൊഡക്ട്സും ഒരു സ്റ്റോറിൽ തന്നെ കമ്പൈൻ ചെയ്ത കാരണം കസ്റ്റമേഴ്സിൻ്റെ ടൈം ആൻഡ് എഫേർട്ട് അത് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് ഫോർ ബോത്ത് ദ ബ്രാൻഡ് ആൻഡ് ദ കസ്റ്റമർ. അതുകൂടാതെ ഒരു കാറ്റഗറിയിലുള്ള ഡിഫറെൻറ്റ് പ്രൈസിലുള്ള വരുന്ന പ്രൊഡക്ട്സ് വെക്കാൻ ഇവർ ശ്രദ്ധിക്കും. സോ ദാറ്റ് ബജറ്റ് അനുസരിച്ച് കസ്റ്റമേഴ്സിന് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല വൈറ്റ് ലേബൽ പ്രൊഡക്ട്സും ബിഗ് ബസാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് FBB ഫോർ ഫാഷൻ ആൻഡ് ക്ലീൻ മെയ്റ്റ് ഫോർ ഹൗസ് ഹോൾഡ്. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി ബിഗ് ബസാറിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ എന്നാണ്. ഈ വൈറ്റ് ലേബൽ കാറ്റഗറിയിൽ ബിഗ് ബസാർ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ബോത്ത് ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് വെക്കാറുണ്ട്. ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ഇന്നോവേഷൻ ബേസ്ഡ് ആയിരിക്കും. ബിക്കോസ് അങ്ങനെയുള്ള കോമ്പറ്റിറ്റീവ് ആൻഡ് ഫ്രഷ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സ് വീണ്ടും സ്റ്റോഴ്സിൽ വരൂ എന്ന ബേസിക് ബിസിനസ് സെൻസ് ഇവർക്കുണ്ട്. സോ ടോപ്പ് ട്രെൻഡ്സ് ആൻഡ് ബൂമിംഗ് പ്രൊഡക്ട്സ് സ്റ്റോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പല കമ്പനീസായും ഇവർക്ക് ലിമിറ്റഡ് ടൈം ഓഫേഴ്സും എക്സ്ക്ലൂസീവ് ഡീൽസും ഉണ്ടായിരുന്നു. ബിക്കോസ് അങ്ങനെ ഒരു അർജൻസി ഓർ ഫോമോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ആ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ചാൻസസ് ഹൈ ആയിരിക്കും. 3. സ്റ്റോർ എക്സ്പീരിയൻസ്. ഈ സ്റ്റോറിൽ കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ വിഷ്വൽ മെർക്കൻഡൈസിംഗ് ആണ്. അതായത് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്ന വിധം. അതുമാത്രമല്ല റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കസ്റ്റമേഴ്സിനോടുള്ള നോളജബിൾ ആൻഡ് സ്മൂത്ത് ഇൻട്രാക്ഷൻ. സോ ഇങ്ങനെയുള്ള പേഴ്സണൽ ടച്ച് കസ്റ്റമേഴ്സിന് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കിട്ടുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഹോൾ ഷോപ്പിങ്ങിനെ തന്നെ എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവിടേക്ക് തന്നെ വീണ്ടും വരാൻ തോന്നും. ഇതെല്ലാം കൂടാതെ ബിഗ് ബസാറിൽ പല ഗെയിംസ്, ആക്ടിവിറ്റീസ്, കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം തന്നെ ഒരു കസ്റ്റമറിൻ്റെ ഷോപ്പിങ്ങിനെ ടാസ്ക് ആയിട്ടല്ല മറിച്ച് എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് മാറ്റുന്നത്. 4. സ്റ്റോർ കഫേ ആൻഡ് ഫുഡ് കോർട്ട്സ്. ഷോപ്പിങ്ങിൻ്റെ കൂടെ ടേസ്റ്റി ഫുഡ്സും അവൈലബിൾ ആയാൽ പിന്നെ പറയണോ? ഈ ഒരു ഇൻക്ലൂഷൻ ഫുഡ് ബേസ്ഡ് ബിസിനസ്സിനെയും ഗ്രോ ചെയ്യാൻ സഹായിച്ചു. അതേപോലെ കസ്റ്റമേഴ്സിനെ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഷോപ്പിംഗ് ചെയ്യാനും ലീഡ് ചെയ്തു. 5. ലോക്കലൈസേഷൻ. ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൺട്രിയാണ്. സോ ഈ കൾച്ചറൽ ഡിഫറൻസസിനെ ബിഗ് ബസാർ റെസ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൂടാതെ ഡീപ്ലി അനലൈസ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കൽ ബേസ്ഡ് പ്രിഫറൻസ് അനുസരിച്ച് പ്രൊഡക്ട്സിനെ ആഡ് ഓർ റിമൂവ് ചെയ്യാൻ ഇവർ ശ്രദ്ധിച്ചു. ഇതിനുവേണ്ടി ലോക്കൽ സപ്ലയേഴ്സിൻ്റെ കൂടെ ഡീൽ സെറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് ലോക്കൽ പ്രൊഡക്ട്സ് എത്തിച്ചു. ദാറ്റ് മീൻസ് ഇത് ലോക്കൽ എക്കണോമിയെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. ആൻഡ് പ്രൈസിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ലോ മാർജിൻ വെച്ചാണ് അവർ പ്രൈസിങ് സെറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഏത് ബജറ്റ് അനുസരിച്ച് വരുന്ന കസ്റ്റമറിനും ബിഗ് ബസാറിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരുന്നു. സോ ഇതെല്ലാമായിരുന്നു ബിഗ് ബസാർ എന്ന മഹാ ബ്രാൻഡിൻ്റെ ലെസൺസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇതേപോലെ പല ബിസിനസ് സ്റ്റോറീസ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി പ്ലീസ് കീപ് വാച്ചിങ് അവർ ചാനൽ. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.